ഫോമോ ബേസ് ഫോമോ പറയണം. കൂടെ സാധാരണയായി നടക്കാറുള്ള കാര്യം മാത്രമേ ഇംഗ്ലീഷുകാർ സിമ്പിൾ പ്രസന്റിൽ പറയാറുള്ളൂ. മലയാളികൾ അങ്ങനെയല്ല. ഉദാഹരണത്തിന് പക്ഷികൾ പറക്കുന്നു എന്ന് മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ പക്ഷി പറന്നുകൊണ്ടിരിക്കണം. എന്നാൽ ഇംഗ്ലീഷുകാർക്ക് അതല്ല അർത്ഥം. പക്ഷികൾ പറക്കാറുണ്ട് എന്നാണ് ഇംഗ്ലീഷുകാർ അതിന് മീനിങ് ആക്കുന്നത്. ബേർഡ്സ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ അവരർത്ഥാക്കുന്നത് പക്ഷികൾ പറക്കാറുണ്ട് എന്നാണ്. രണ്ട് ലാംഗ്വേജിൻ്റെ ചെറിയ വ്യത്യാസം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസന്റ് കാണുക എന്ന ക്രിയയുടെ സിമ്പിൾ പ്രസന്റ് എന്താ? മലയാളത്തിൽ പറഞ്ഞാൽ കാണുന്നു എന്നാണ്. ഇംഗ്ലീഷുകാർ അതിനർത്ഥമാക്കുന്നത് കാണാറുണ്ട് എന്നാണ്. ആ വ്യത്യാസം മനസ്സിലാക്കണം. ഈ ടൈം വേർഡ് വേർഡുകൾ കാണാതെ ബൈഹാർട്ട് ചെയ്യണം. ടുഡേ സിമ്പിൾ പ്രസന്റ്, നവഡേയ്സ് സിമ്പിൾ പ്രസന്റ്, നെവർ സിമ്പിൾ പ്രസന്റ്, എവർ സിമ്പിൾ പ്രസന്റ്, ഓൾഡേയ്സ് ഓൾ ചേർത്ത് എന്നും സിമ്പിൾ പ്രസന്റ്, ഫ്രീക്വന്റ് സിമ്പിൾ പ്രസന്റ്, 2 days a week സിമ്പിൾ പ്രസന്റ്. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ പ്രസന്റുകളിൽ നമ്മൾ പറയും. ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റിലേക്ക് പോകാം. സിമ്പിൾ പാസ്റ്റ് മലയാളത്തിൽ പറഞ്ഞാൽ ഇന്നലെ, യെസ്റ്റർഡേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കാണുക എന്ന ക്രിയയുടെ ഇന്നലെ രൂപം എന്താ? കണ്ടു. കേൾക്കുക കേട്ടു. ഓർക്കുക ഓർത്തു. വാങ്ങുക വാങ്ങി. ഓക്കെ, കൊടുക്കുക കൊടുത്തു. ഇങ്ങനെ വന്നാൽ കൊടുത്തു, വാങ്ങി, എഴുതി, പഠിച്ചു, ചോദിച്ചു, ഇന്ന് എങ്ങനെയൊക്കെ വന്നാൽ അത് ഇന്നലത്തെ കാര്യമാണ്. ഇന്നലത്തെ കാര്യം ഇംഗ്ലീഷിൽ പറയാൻ വളരെ വളരെ എളുപ്പമാണ്. അത് പറയാൻ ആദ്യം സബ്ജക്റ്റിനെ പറയണം, പിന്നെ V2 പറയണം, പിന്നെ ബാക്കി എന്തുണ്ടെങ്കിലും പറയാം. ഇതാണ് ഇംഗ്ലീഷിലെ നിയമം. ഞാൻ ഒരു പേന വാങ്ങി. സബ്ജക്റ്റ് ഞാൻ. വാങ്ങി ബോട്ട്. ബാക്കി എന്ത് വേണം പറയാം? എന്താ വാങ്ങിയേ? എ പെൻ. ഐ ബോട്ട് എ പെൻ. ഞാൻ ഒരു പേന വാങ്ങി. സബ്ജക്റ്റ് ഐ. V2 ബോട്ട്. വേറെ ഒന്നും നിയമങ്ങൾ ഇല്ല. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ഒരു സെന്റൻസ് പറയുമ്പോൾ ആദ്യം സബ്ജക്റ്റ് പറയണം, V2 പറയണം, പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാം. അതിന് വേർബ് ഓർഡർ ഇല്ല, ഒരു ഓർഡറും ഇല്ല. ഓക്കെ, ഞാൻ ഒരു കഥ പറഞ്ഞു. ഐ പറഞ്ഞു. ടോൾഡ്. എന്താ പറയുന്നത്? എ സ്റ്റോറി. രാമു വന്നു. രാമു. V2 ഓഫ് കം. കേം. അതായത് ഏത് സബ്ജക്റ്റിന്റെ കൂടെയും V2 ചേർക്കാം എന്നുള്ളതാണ് സിമ്പിൾ പാസ്റ്റിന്റെ നമുക്കുള്ള ഏറ്റവും എളുപ്പം. അതുകൊണ്ട് ഏത് കാര്യവും പറയുമ്പോൾ, കഥ പറയുമ്പോൾ, ഇംഗ്ലീഷ് മീഡിയം നമ്മൾ കഥ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഉണ്ടാവില്ല. എല്ലാം സിമ്പിൾ ആയിരിക്കും. നമ്മൾ എസ്സേ എഴുതുമ്പോൾ സിമ്പിൾ പാസ്റ്റിൽ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു ഗ്രാമർ മിസ്റ്റേക്കും അതിനകത്ത് ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആദ്യം സബ്ജക്റ്റ് പറയണം, പിന്നെ V2 പറയണം, പിന്നെ സൗകര്യമുള്ളതൊക്കെ പറയാം. ഒരു ഗ്രാമർ മിസ്റ്റേക്കും അതിലുണ്ടാവുകയില്ല. ഓക്കെ, അപ്പോൾ സിമ്പിൾ പാസ്റ്റിന്റെ ടെൻസ് ഫോം എന്താ? സബ്ജക്റ്റ് പ്ലസ് V2 ഓഫ് ദ വേർബ് പ്ലസ് എനിത്തിങ്. പിന്നെ വേർബ് ഓർഡർ ഇല്ല. ഇനി എവിടെയാണ് സിമ്പിൾ പാസ്റ്റ് വരിക? ഇംഗ്ലീഷിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യെസ്റ്റർഡേ ഇന്നലെ, പ്രീവിയസ് ഡേ
അല്ലെങ്കിൽ ഇൻ 1945, അത് കഴിഞ്ഞു പോയ കാലമല്ലേ, കഴിഞ്ഞു പോയ കാലത്തിനെ കുറിച്ച് നിർബന്ധമായ സൂചനയുണ്ടാണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇൻ 1945 ഐ മെറ്റ് മിസ്റ്റർ അനിൽകുമാർ. 1945 ഞാൻ അനിൽകുമാറിനെ കണ്ടു. ഐ മെറ്റ് നമ്മൾ പറഞ്ഞു. പിന്നെ അനിൽകുമാർ എന്നും 1945 എന്നും പറയുന്നതിന് ലാംഗ്വേജിന്റെ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇന്ന് 2 ടെൻസുകളാണ് നമ്മൾ പഠിച്ചത്, സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റ്. നാളെ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് കടന്നു പോകാം. ക്ലാസ് നോട്ടില്ല, അതുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പം നാളെ സിമ്പിൾ ടെൻസിലേക്കും കണ്ടിന്യൂസ് ടെൻസിലേക്കും നമുക്ക് പോകാം. നമ്മുടെ ക്ലാസ്സിന് വേണ്ടി മാത്രമല്ല, സ്കൂളിലുള്ള ഇംഗ്ലീഷ് ക്ലാസ്സിനും നിങ്ങൾ ഈ ടെൻസ് ഭാഗങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. കൂടെ വിനിമാഷ ക്ലാസ്സിൽ നിങ്ങൾ ടെൻസിൻ്റെ നോട്ടടക്കം നിങ്ങൾക്ക് കിട്ടും. സൺഡേ പരീക്ഷ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ ടെൻസിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത്. ടെൻസ് സൺഡേയിൽ പരീക്ഷ ഉണ്ടാവും. വിനിമാഷ് ആ ക്ലാസ് അത് കഴിഞ്ഞിട്ടാണ് എടുക്കുക. ഓക്കെ, താങ്ക് യു.